യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാവരുടെയും പ്രമുഖനായ യൂണിയൻ ചെയർപേഴ്സൺ മിസ്റ്റർ ആസിസ് ബി, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് കെലി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിനിമാ താരം ശ്രീ എൽദോ മാത്യു, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീ ഇമാനുവൽ എച്ച്, ശ്രീ ജസ്റ്റിൻ കണ്ണാൻ, യൂണിയൻ ഭാരവാഹികളെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളേവരും കാത്തിരുന്ന സുദിനം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കോളേജിലെ വർണ്ണാഭമായ ഈ സദസ്സിൽ ഒരു വർണ്ണപ്പറവുകളെ പോലെ ആർത്തുല്ലസിക്കാൻ ഏവരും കാത്തിരിക്കുന്ന ഒരു സമയമാണ്. സമയമേറെ വൈകി, 1.5 മണിക്കൂർ വൈകിയാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് ദീർഘമായിട്ടുള്ളൊരു സ്വാഗത പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം. എന്നാലും 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. കലാലയ ജീവിതത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയേറെ അവസരങ്ങൾ നിങ്ങൾക്ക് നിർമ്മല കോളേജിൽ ഭാരതീയ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ ധാരാളം മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ നേടുവാനും നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം സാധിച്ചു. ഒരുപക്ഷെ കോളേജ് യൂണിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോളേജിലെ സെലിബ്രേഷനോടുകൂടി തന്നെ ഔദ്യോഗികമായി നമ്മുടെ എല്ലാ പരിപാടികളും അവസാനിക്കുന്ന സമയം കൂടിയാണ്. ഈ ഒരു നീണ്ട വർഷക്കാലം നമ്മൾ യൂണിയന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അവർ മുന്നോട്ട് വെച്ച ഭൂരിഭാഗം പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് യൂണിയന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. വിദ്യാർത്ഥികളെല്ലാവരും യൂണിയനോട് സഹകരിച്ചു നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ ആവുകയും പരമാവധി പ്രയോജനം നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുകയും ചെയ്യും. നമുക്കറിയാം, നടക്കുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു കോളേജിലെ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ മുന്നോട്ട് വന്ന് അവരുടെ താല്പര്യങ്ങൾ അറിയിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ഏതാണ്ട് 17ഓളം വകുപ്പുകളിൽ നിന്നായി ഒരു 300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ 3 മാസം മുമ്പ് ഇവിടെ ഒരു ആർട്ട് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. അന്ന് പലപ്പോഴും വകുപ്പിൽ നിന്നും വരുന്നത് യഥാർത്ഥത്തിൽ സമ്മാനം നേടാൻ കഴിവുള്ള വ്യക്തികൾ മാത്രമായിരുന്നു. കാരണം ഓരോ വകുപ്പിലും സമ്മാനങ്ങൾ വാങ്ങണമെന്നും പോയിന്റ് കിട്ടണമെന്നും ഒക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് നമ്മൾ തിരഞ്ഞെടുത്തിടുക. പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് അവരൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കൈയും കെട്ടി കാണുന്ന വിദ്യാർത്ഥികൾ പോലും ഇവിടെ വന്ന് സ്റ്റെപ്പുകൾ വയ്ക്കുന്നുണ്ടാകും. അതുപോലെ സ്റ്റേജിന്റെ 7 അയലത്ത് വരാത്ത വിദ്യാർത്ഥികൾ പോലും ഇന്ന് സ്റ്റേജ് ഉപയോഗിക്കുന്നുണ്ടാകും. അതാണ് ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മണിക്കൂറുകൾ നിങ്ങൾക്ക് തമാശകൾ തരുന്നതാകട്ടെ, നിങ്ങളുടെ സൗഹൃദങ്ങൾ കുറച്ചുകൂടി ഉദ്യോഗപ്പെടുന്നതാകട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പറയാം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, നിങ്ങളെല്ലാവരുടെയും സുഹൃത്തായ ആസിഫ് തിരികെയാണ്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം, സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുന്നോട്ട് വെച്ച എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായി ആസിഫിന്റെ സാന്നിധ്യത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ശാന്തശീലനും സൗമ്യ സ്വഭാവക്കാരനും എപ്പോഴും വിദ്യാർത്ഥികളുടെ ഇടയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. ആസിഫിനെ ഏറ്റവും
ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് സാർ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. സാർ 4 വർഷം മുമ്പ് ഈ ഒരു കലാലയത്തിൽ കടന്നു വരുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് സാറിന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കോളേജിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സാറ് നമ്മുടെ കോളേജിന്റെ നേതൃത്വ നിലയിലേക്ക് വരുന്നത്. തുടർന്നങ്ങോട്ട് അദ്ദേഹം നാക് അക്രഡിറ്റേഷനിൽ എയ്ഡഡ് കോളേജ് ഗണത്തിൽ ഏറ്റവും ഉയർന്ന സ്കോറായ 3.73 നേടുകയും A++ കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ശാസ്ത്ര സാങ്കേതിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സമർപ്പിച്ച് നല്ലൊരു തുക ഒരു പ്രപ്പോസലിലൂടെ നമുക്ക് നേടിത്തരികയും തുടർന്ന് യുജിസിയുടെ സ്വയംഭരണ പദവി മാനേജ്മെന്റിന്റെ താല്പര്യത്തോടെ നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് തോമസ്. വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയേറെ തിരക്കുണ്ടായാലും സാറിന്റെ ഓഫീസിൽ എപ്പോഴും വിദ്യാർത്ഥികളുണ്ടാകും. വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ സാർ എപ്പോഴും താല്പര്യം കാണിച്ചിരിക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും വിദ്യാർത്ഥികളോട് സംസാരിച്ച് സഹോദരന്റെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ സന്തോഷത്തോടെ പോകുന്നത് ഞങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മാത്രം സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായി കലാലയത്തിൽ നിന്ന് പഠിച്ച് പുറത്ത് പോകണമെന്ന് ആശംസിക്കുന്ന ഒരു വ്യക്തിയാണ് തോമസ് സാർ. തോമസ് സാർ ഈ വർഷം സേവനത്തിൽ വിരമിക്കുകയാണ്. തീർച്ചയായും കോളേജ് യൂണിയന്റെ ഒരു വിശദമായ ഒരു യാത്രയുടെ സമ്മേളനം നമ്മൾ അടുത്ത ആഴ്ച നൽകുന്നുണ്ട്. അപ്പോൾ സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ കോളേജിലെ അല്ലെങ്കിൽ ക്യാമ്പസിലും നമുക്കൊരു പ്രധാന വ്യക്തിത്വം ഇവിടെ എത്താറുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം ശ്രീ എൽദോ മാത്യു ആണ്. അദ്ദേഹത്തെ നമ്മൾ ആദ്യമായി ബിഗ് സ്ക്രീനിൽ കാണുന്നത് 2018 ക്യൂൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. പിന്നീട് അങ്ങോട്ട് നല്ല ധാരാളം സിനിമകൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. സാധാരണ ഒരു വിദ്യാർത്ഥിയായി തന്നെ കലാലയ ജീവിതം ആരംഭിച്ച് അതായത് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് BSc ഇലക്ട്രോണിക്സ് മുഖ്യ ഐച്ഛിക വിഷയമായി നമ്മുടെ മാറമ്പള്ളി MES കോളേജിൽ പഠനം പൂർത്തിയാക്കി. പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ താല്പര്യം കാണിച്ച് സിനിമയോടുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം യഥാർത്ഥത്തിൽ MBA പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. പക്ഷേ ചെന്നപ്പെട്ടത് MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോയമ്പത്തൂരാണ്. അവിടെ വീണ്ടും സിനിമയുടെ മോഹം കുറച്ചുകൂടി താല്പര്യത്തോടെ അദ്ദേഹത്തിന് കൂട്ടുകാരുമൊത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു. 2018 ഇവരെന്ന സിനിമയിൽ അദ്ദേഹം വരുന്നത് ഏതാണ്ട് 2000-ഓളം പേര് അടങ്ങുന്ന ഒരു ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് അവിടെ അവസരം ലഭിക്കുകയായിരുന്നു. പിന്നീട് 2019 ഇറങ്ങിയ കുംബാരീസ്, 2022 കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, പിന്നീട് 2023 സൂപ്പർ ഹിറ്റായ നമ്മളേവരും 2-3 തവണ കണ്ട RDS പ്രധാന കഥാപാത്രം ലഭിക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്ത ഒരു സിനിമ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സിനിമ നടനാണ് ശ്രീ എൽദോ മാത്യു. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ബൃന്ദാകടയിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഇമാനുവൽ സാർ, സാർ, മറ്റ് യൂണിയൻ ഭാരവാഹികൾ, അധ്യാപകർ, സ്റ്റാഫ് അഡ്വൈസർ, കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്റർ ഡോക്ടർ ജി ജോർജ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്.
ഈ ഒരു ചടങ്ങിന് ശേഷം ഇവിടെ വർണ്ണാഭമായുള്ള പരിപാടികൾ അരങ്ങേറുമ്പോൾ പലപ്പോഴും നമ്മൾ ആഘോഷത്തിൽ ആയിരിക്കും. അപ്പോൾ കൂടെയുള്ള സഹപാഠികളെ കൂടെ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ പറയുകയാണ്. പലപ്പോഴും ആഘോഷം അതിർവിടുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മുമ്പിലാണ് പലപ്പോഴും പറയാറുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പരമാവധി ഈ സമയം നിങ്ങൾ എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ചും അവസാന വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു അവസാനത്തെ പരിപാടിയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഓർമ്മകൾ ഈ ഒരു പരിപാടികളൊക്കെ ഉണ്ടാകും. ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഗണിതശാസ്ത്രമോ സാമ്പത്തിക ശാസ്ത്രമോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ മനസ്സിലാവുക. ഈ നല്ല കുറേ നിമിഷങ്ങളായിരിക്കും. ഈ നിമിഷങ്ങൾ എല്ലാവരും പരമാവധി എൻജോയ് ചെയ്ത് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Mr. Arthur Siddhi for the presidential address, please. ആദരണീയനായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദേവി തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഇമാനുവൽ സർ, വൈസ് സർജൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എൽദോമാർക്കും, സ്റ്റാഫ് അഡ്വൈസർമാരായ ദേവ സാർ, ഷൈമൻ സാർ, മറ്റ് അധ്യാപകർ, ഏറ്റവും സ്നേഹം വിദ്യാർത്ഥികളും. നമുക്കറിയാം, നമ്മുടെ കോളേജിലെ അവസാനത്തെ പരിപാടിയായ നമ്മുടെ കോളേജിൽ നടത്തപ്പെടുകയാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാലയത്തിൽ ഈ വർഷത്തിൽ മാത്രം അവസാന പരിപാടിയാണ്. എന്നാൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോളേജ് ജീവിതത്തിൽ തന്നെ അവസാനത്തെ പരിപാടിയായി ഈ കോളേജിലെ മാറുകയാണ്. ഈ ദിവസം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓരോ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്കും അത്രത്തോളം അറിയാം. എന്നാൽ ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഓരോ അവസാന വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങുകയാണ്. നമ്മളിപ്പോൾ അവസാന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ക്യാമ്പസിൽ പഠിച്ചിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് പറയാം. ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർമ്മല കോളേജിൽ പഠിച്ചിരുന്നു എന്ന നിലയിലേക്കാണ്. കാരണം നമ്മൾ ഓരോരുത്തരും പൂർവ്വ വിദ്യാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ദിവസം വളരെ നമുക്കറിയാം, തേർഡ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെയേറെ ദുഃഖം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസ് വളരെയേറെ വ്യത്യസ്ത അനുഭവപ്പെടുത്തുന്ന ക്യാമ്പസാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ അനുഭവങ്ങൾ സമ്മാനിച്ചൊരു ക്യാമ്പസ് തന്നെയാണ്. അതിലുപരി ഈ കലാലയ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി യൂണിയനാണെന്ന് യൂണിയന്റെ
ചെയർപേഴ്സൺ ആസിഫ് സിദ്ദീഖ്, കോളേജിൻ്റെ ഇനാഗുറേഷൻ്റെ വേണ്ടി വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പമായിരിക്കുന്ന സീനിയർ ആർട്ടിസ്റ്റ് എൽദോ മാത്യു, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ എ.ജെ. ഇമ്മാനുവൽ സാർ, പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ, സ്റ്റാഫ് അഡ്വൈസർ ഷൈമൻ വാസു, ജനറൽ സെക്രട്ടറി ജീവൻ കെ രാജ്, മറ്റ് കോളേജ് യൂണിയനിലെ പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, 2023-24 കോളേജ് യൂണിയനിലെ പ്രവർത്തനങ്ങൾ കോളേജ് ഡേയുമായി ഒരു ബന്ധപ്പെട്ട് അവസാനം കുറിക്കുന്ന ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മൾ 2023-24 യൂണിയന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 4 ഗ്രൂപ്പ് ഈവൻസിലാണ് നിർമ്മല കോളേജ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് 4ലും A ഗ്രേഡ് കരസ്ഥമാക്കി എന്നുള്ളത് കോളേജ് യൂണിയന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം വ്യക്തിഗത മത്സരത്തിൽ ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ഇല്ല, 17 വിദ്യാർത്ഥികൾക്കും A ഗ്രേഡ് ലഭിച്ചു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. ഇത്തരത്തിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 1ാം സ്ഥാനവും ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും A ഗ്രേഡ് ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ A ഗ്രേഡിന് പകരം നമുക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനമൊക്കെയാണ് ലഭിച്ചിരുന്നുവെങ്കിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ആദ്യത്തെ 5 കോളേജുകളിൽ ഒന്നായിട്ട് നിർമ്മല കോളേജ് മാറുമായിരുന്നു എന്നുള്ളത്. ഇനിയുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിർമ്മല കോളേജ് ആദ്യത്തെ തന്നെയുള്ള ലിസ്റ്റിൽ വരും എന്നുള്ളത് സൂചിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത്തരത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ ക്രമീകരിച്ച സ്റ്റാഫ് അഡ്വൈസേഴ്സിനെയും യൂണിയന്റെ ചെയർപേഴ്സണായ ആസിഫിനെയും അതോടൊപ്പം തന്നെ ആർട്സ് അഡ്വൈസർ ഗൗരി, മറ്റെല്ലാ ടീമംഗങ്ങളെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. നമുക്കറിയാം, ഒരു കോളേജ് എന്ന് പറയുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിളക്കിന്റെ എണ്ണയായിട്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. കാരണം എത്ര മനോഹരമായിട്ടാണ് ഒരു വിളക്ക് അതിനെ അണിയിച്ചൊരുക്കിയാലും അതിൽ എണ്ണയില്ല എങ്കിൽ യാതൊരു കാരണവശാലും അത് മറ്റുള്ളവർക്ക് ഒരു പ്രകാശം നൽകാനായിട്ട് സാധിക്കുകയില്ല. നിർമ്മലയാവുന്ന ഈ വലിയ കലാലയം ഇതിന്റെ മാനേജ്മെന്റും അധ്യാപകരും അതോടൊപ്പം തന്നെ ഇതിനെ സ്നേഹിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഈ കലാലയത്തെ വളരെ മനോഹരമായിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടെ ആ മനോഹാരിത പൂർണ്ണമാകുന്നത്, അതിനെ ഒരു വെളിച്ചമായിട്ട് മാറുന്നത് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഈ വിളക്കിന്റെ എണ്ണ എന്ന ആ വലിയ ഒരു കർത്തവ്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. എണ്ണയുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായിട്ട് സാധിക്കുകയുള്ളൂ. 3 വർഷം ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് ഈ നിർമ്മല കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവും വെളിച്ചവും അതോടൊപ്പം തന്നെ ആ ഒരു മാതൃകയും ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ സമൂഹത്തിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ മറ്റുള്ളവർക്ക് വെളിച്ചവും അറിവും നിറവും പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളായി നിങ്ങൾ ഓരോരുത്തരും വലിയ മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 3 വർഷം ഈ കലാലയത്തെ സ്നേഹിച്ച് ഈ കലാലയത്തിന്റെ എല്ലാ വളർച്ചയിലും സജീവമായി പങ്കുകൊണ്ട് കോളേജിന്റെ യൂണിയനോടും അതോടൊപ്പം തന്നെ കോളേജിന്റെ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പൽ എന്ന രീതിയിലും നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് തേർഡ് ഇയറായി അതോടൊപ്പം തന്നെ PG സെക്കൻഡ് ഇയർ പഠനം പൂർത്തിയായി പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം വരുന്ന പരീക്ഷയിൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളിലേക്ക് നിങ്ങൾ 26 മുതൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. തീർച്ചയായും വരുന്ന പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ ഇനി
യൂണിയനിലെ പ്രവർത്തകരോടും പ്രത്യേകം ഞാൻ നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കോളേജിലെ യൂണിയൻ്റെ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ സൂചിപ്പിക്കുകയുണ്ടായി. കോളേജിലെ സെലിബ്രേഷൻ കൂടുതൽ മനോഹരമാക്കണമെന്ന് ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ നമുക്കറിയാം കൃഷി യൂണിവേഴ്സിറ്റിയിൽ നടത്തപ്പെട്ട ദാരുണമായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ തുടർന്ന് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ കോളേജിൻ്റെ 2015 നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം മാത്രമാണ് കോളേജിൻ്റെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ദിവസങ്ങളെല്ലാം കോളേജുകളുമായി ബന്ധപ്പെട്ട പല കോളേജുകളിലും പല പ്രോബ്ലംസൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വൈകുകയും ഉണ്ടായതാണ്. അത്തരത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്, കോളേജിൻ്റെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് രണ്ട് ഭാഗത്തു നിന്ന് ഉന്നത തലത്തിൽ നിന്നുള്ള അന്വേഷണങ്ങളൊക്കെ പ്രിൻസിപ്പലായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഹയർ എഡ്യൂക്കേഷനിൽ ഏത് രീതിയിലാണോ കോളേജിൻ്റെ സെലിബ്രേഷൻ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയായിരിക്കും ക്രമീകരിക്കുന്നത് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം പോലെ തന്നെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഇതെല്ലാം വളരെ എല്ലാം മറച്ച് ഇരുട്ടാക്കി ഉപയോഗ കളർഫുൾ ലൈറ്റുകളും പുകയും വെടിയും ഒക്കെയൊക്കെ ആയിട്ടാണ് നമ്മൾ ക്രമീകരിച്ചത്. അപ്പോൾ ആ അവസരത്തിലൊരു വിദ്യാർത്ഥിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോവുകയും ഉൾപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കോളേജിന് നൽകുന്നത്. അത് പാലിക്കാൻ പ്രിൻസിപ്പൽ ബാധ്യസ്ഥരാണ്. അത് പ്രോഗ്രാം നടത്തുന്ന കോളേജിൻ്റെ യൂണിയനും അതോടൊപ്പം തന്നെ എംപ്ലോയീസേഴ്സ് എല്ലാം പൂർണ്ണമായിട്ട് അത് സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കോളേജിൻ്റെ സെലിബ്രേഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ കോളേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സിഡ്നി ആർട്ടിസ്റ്റിന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയർച്ചകൾ അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ദീപം അല്ലേ? Gracias.
ചങ്കടിപ്പോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഈ ആക്ടിങ് എന്താണെന്ന് ചേട്ടാ, ഈ അഭിനയിക്കുന്നത് എന്താണെന്നൊക്കെ പലരും എന്നോട് ചോദിക്കാം. ഇതാണ് അഭിനയം. ഉള്ളി കിടന്ന് ചങ്കടിക്കുന്നത് നിങ്ങളൊന്നും കാണിക്കാതെ ഇങ്ങനെ മാസടിച്ച് എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ടെൻഷനൊന്നുമില്ല, എന്നതായി ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ കൈകാലം കുറച്ചതാണ്. എനിക്ക് അന്നൊന്നും സ്റ്റേജിൽ കയറാൻ നല്ല പേടി. കാരണം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ ബാക്കിൽ നിന്നതാണ് ഏത് ഗസ്റ്റ് വരുമ്പോഴും പോകാനായിട്ട്. ഇത് നമ്മൾ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴാണ് അല്ലേ ആരും പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് സ്റ്റേജിലേക്ക് വായുന്നത്. വലിയൊന്നും വീടല്ലേ എന്നൊരു അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന മൊമെന്റാണിത്. കാരണം ഏത് കോളേജ് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ ആദ്യം കയറി ഞാൻ എസ് പറയും. കാരണം എനിക്ക് കോളേജിലേക്ക് വരുമ്പോൾ എൻ്റെ കോളേജ് ലൈഫാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത ഓരോ മൊമെന്റും നിങ്ങൾക്കിടയിലേക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മച്ചന്മാരുടെ ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. കാരണം വേറെ ഒന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നോട്ടമുണ്ട്, നമ്മുടെ ഒരു നെപ്പുണ്ട്, എങ്ങോട്ട് തിരിയണം എന്നറിയാം. ഇപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്താ പറയാ, വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് നമ്മളത് ഒറ്റയ്ക്കും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യും. അന്ന് നമ്മുടെ കൂടെ നടന്നപ്പോ എന്റെ കൂടെ ഉണ്ടായത് എന്റെ ഫ്രണ്ട്സാണ്. ഞാൻ എന്നും എന്റെ എന്താ പറയാ, എന്റെ ലൈഫിലൂടെ ഏറ്റവും ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്റെ പാരന്റ്സിനെയോ എന്റെ ഫാമിലിയോ ഒന്നും തന്നെയല്ല, എന്റെ ഫ്രണ്ട്സിനെയോ. കാരണം എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിച്ചത്. എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. കാരണം ഞാനൊന്ന് സങ്കടപ്പെട്ടിരുന്നത് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ എന്ത് പറ്റണം എന്ന് ചോദിക്കാൻ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്മാരോടാണ് എന്റെ ഏറ്റവും കൂടുതൽ എന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരാണ് എനിക്ക് എന്റെ എന്താ പറയാ, എന്റെ വിഷൻ, എന്റെ എന്താ പറയാ, എന്റെ പാഷൻ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്നത് എന്റെ ഫ്രണ്ട്സാണ്. ഇന്നും ആ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ട്. ആ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് സിനിമകൾ അഭിനയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിലെ ഫ്രണ്ട്സിനെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയില്ല. അച്ഛനെ ഒരാൾ നിങ്ങളുടെ കൂടെ റിയൽ ഫ്രണ്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ലൈഫിലൊക്കെ നിങ്ങൾക്ക് വേറെ ആരും വേണ്ട. ആ ഫ്രണ്ട് ഒരാളുണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന മൊമെന്റിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയില്ല. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കാണാത്തവരുണ്ടോ? ആയി എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് ഉണ്ടല്ലോ. ഫ്രണ്ട്ഷിപ്പാണ് സിനിമ. കാരണം കൊടൈക്കനാൽ പോലത്തെ ഒരു പെട്ടുപോയി അവിടുത്തെ രക്ഷപ്പെടുന്ന ഒരേ ഒരാളെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കണം ഫ്രണ്ട്ഷിപ്പ് എന്തോ ഒരു പവർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമുക്ക് ആ സിനിമ ഒരു ബേസ് ട്രൂ സ്റ്റോറിയാണ് നമുക്ക് എല്ലാവരും അറിയാം. അപ്പോ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ലൈഫിൽ ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത്. ഇപ്പൊ അവരുടെ ലൈഫ് സ്റ്റോറി ഒരു സിനിമയായി ഈ ലോകം മൊത്തം കാണാൻ സാധിച്ചത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയ വാല്യമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിലെ ഫ്രണ്ട്സിനെ കൈവിട്ട് കളയരുത്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടതെന്നാണ്. ഇപ്പൊ നമ്മുടെ വെൽക്കം സ്പീച്ച് നടത്തിയപ്പോൾ നമ്മൾ ശൈമൻ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം സാർ പറഞ്ഞ പോലെ ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, ഡിഗ്രി ഞാൻ BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു, PG ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ പറയാൻ കാരണം ഇത് 4 തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കോഴ്സുകളാണ്. കാരണം എനിക്ക് ഫോക്കസ് ആണ് എന്റെ സിനിമ. എനിക്ക് +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സിനിമയായിരുന്നു. പക്ഷേ ഞാനത് വീട്ടിൽ പറഞ്ഞു. പക്ഷേ ഒരു ആവറേജ് ഫാമിലി ആയതുകൊണ്ട് അവരൊരിക്കലും സിനിമ മോഹത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സിനിമാങ്ങളുടെ മക്കള് അല്ലെങ്കിൽ സംവിധായകന്റെ മക്കള് അവർക്ക് മാത്രമേ സിനിമയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ഞാൻ എന്നെ വിശ്വസിച്ചു. എന്റെ പാഷൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തത്. MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തപ്പോൾ എന്റെ വീട്ടിലെല്ലാം കള്ളം പറഞ്ഞിട്ട് ചെയ്തത്. കാരണം ഞാൻ എന്റെ വീട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്നാണ്. അവർക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞ അവർക്ക് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ്. അത് ടെക്നിക്കലി പഠിച്ചു കഴിഞ്ഞാൽ കാനഡയിൽ പോയി 2 ലക്ഷം രൂപ സാലറി കിട്ടും. അതുകൊണ്ട് എന്നെ ആ കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് കള്ളം പറഞ്ഞാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തത്. അതിനുശേഷം ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ അറിഞ്ഞു. അങ്ങനെയാണ് അവസാനമായിട്ട് എന്ന മൂവിയിൽ ഞാൻ സാറ് പറഞ്ഞ പോലെ 2000 ഇതിനു മുമ്പ് ഞാനൊരു ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ്
ഒരിക്കലും ഞാൻ പറയാം ലൈഫ് പൂർണ്ണ 100% സക്സസ് ആയിരിക്കില്ല. നിങ്ങളുടെ ലൈഫ് എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രം. ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ എന്തിനാണ് +2 ലസാഗു സഹ ഇന്റഗ്രിറ്റി ഡിഫറൻസിയേഷൻ ഇന്നും എൻ്റെ ലൈഫിൽ എനിക്ക് അതിനൊരു യൂസ്ഫുൾ ഉണ്ടായതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് പഠിക്കാത്തതുകൊണ്ട് എത്രമാത്രം തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നത് ഒരു കൈ കണക്കില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ അതിന് പിന്നീട് എനിക്കൊരു യൂസ് ഉണ്ടായിട്ടില്ല. സോ ഞാൻ ഒരിക്കലും ഒരു വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയുടെ ബേസിക് ക്യാരക്ടർ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ നിർണ്ണയിക്കുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ ഉള്ളിലെ പാഷനാണ് നിങ്ങൾ നാളെ എന്തായി തീരണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടേണ്ടത്. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി കൈവരിക്കുന്നുണ്ടെങ്കിൽ, നാളെ എനിക്ക് ഞാൻ ആ ലൊക്കേഷനിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ സീറ്റിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. ഓൾവേസ് ഫോളോ യുവർ പാഷൻ, നെവർ ലുക്ക് ബാക്ക്. അത് നിങ്ങളുടെ കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിച്ചിരിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. എന്തായാലും ഈ നിർമ്മല കോളേജിൽ വരാൻ സാധിച്ചതിലും നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് പറഞ്ഞ് ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ പ്രാവശ്യം വരച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യം വരച്ചില്ല. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. എന്റെ പോലെ സീൻ പടോട്ടോ ഒന്നും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കഴിവ് ഇഷ്ടവും ഈ കഴിവ് നീ ഒരിക്കലും ലോസ് ചെയ്യരുത്. ഇത് നിന്നെ അങ്ങ് കൊണ്ടെത്തി കേട്ടോ. ചെറിയ ഡാൻസ് പെർഫോമൻസ് എന്തെങ്കിലും വേണ്ടേ? നമുക്ക് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കളിക്കുന്നത് നല്ലത്. ഇപ്പൊ കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് കളിയും. ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഒന്നും ചോദിക്കാനില്ലോ, എല്ലാവരും പറഞ്ഞു. സാധാരണ ഇത് പറയാൻ കോളേജ് ചെല്ലുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, എന്നെ പൊന്നു ചതി ചോദ്യങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെ വിട്ടുപോയി. എടാ പാട്ടോ, നീ എൻ്റെ അടുത്ത് ഒരു സീൻ കണ്ടിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും. പക്ഷെ പാട്ട് പാടാൻ പറഞ്ഞാൽ അറിയില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ടും എന്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ കീഴടക്കുന്നതുകൊണ്ടും സോറി, പാട്ട് പാടാൻ അറിയത്തില്ല. വേറെ ഈ സീരീസിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പോലും അറിയാം. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഡേയാണ്, നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ ഡാൻസ് കളിക്കും. വേറെ എന്തെങ്കിലും? പൂർവ്വ വിദ്യാർത്ഥിയാണ്.
അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലല്ലാതെ തമിഴ്, തെലുങ്ക്, കന്നഡ മുതലായ ഭാഷകളുടെ ചാൻസ് തേടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, ഭാഗ്യം വന്നിട്ടില്ല, വരുമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ടുള്ള പ്രയത്നങ്ങളിലാണ്. തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലവ് എന്നാ പറ്റിയല്ലോ. അതാ എനിക്ക് പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്താ പറയാ തേച്ചിട്ടുണ്ട്, തേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊരു എന്താ പറയാ മനസ്സിൽ കൊണ്ടായുള്ള അങ്ങനെയല്ല. ഞാൻ പറയാം പ്രണയം എന്ന് പറയുന്ന സാധനം ഒരു വ്യക്തികൾ തമ്മിലല്ലാതെ നമ്മള് എനിക്ക് സിനിമയോട് ഇപ്പൊ എന്റെ കറക്റ്റ് പ്രണയം എന്ന് പറയുന്നത് എനിക്ക് സിനിമയോടാണ്. എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഗേൾഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അവരോട് പ്രണയത്തിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന നമ്മൾ ഓരോ വളർച്ചയും. പിന്നെ ഫസ്റ്റ് പ്രണയം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ 4ാം ക്ലാസ്സിലായിരുന്നു എന്റെ ഫസ്റ്റ് പ്രണയം. എന്റെ ക്ലാസ് ടീച്ചർ എനിക്ക് 4ാം ക്ലാസ്സിലെ ടീച്ചറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ കാണാൻ ഭയങ്കര ലവ് ലെറ്റർ എഴുതും. ലവ് ലെറ്റർ ഒന്നും അങ്ങനെ എഴുതാൻ അറിയില്ല. അങ്ങനെ ലവ് ലെറ്റർ ഒന്നും എഴുതിയില്ല. പക്ഷെ എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ടീച്ചറിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എന്താ പറയുക, 4ാം ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്ന ലൈഫിൽ ആദ്യത്തെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എനിക്ക് അതായിരുന്നു. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞില്ലേ, ഈ ഫേസ് ചെയ്യാന്ന് പറയുന്നത്, ക്യാമറയെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കട്സ് വേണ്ട ഒരു പരിപാടിയാണ്. കാരണം ഞാൻ ആദ്യത്തെ സമയത്ത് ക്യൂറിന്റെ സമയത്ത് ഒരു ടേക്കൊക്കെ എടുക്കാൻ 18 ഷോട്ടുകൾ പോയിട്ടുണ്ട്. ആദ്യത്തെ ഡിജോച്ചേട്ടൻ ക്യൂറിന്റെ ഡയറക്ടർ ഡിജോച്ചേട്ടൻ പറയും ഒരു ഓക്കെ പുതിയ നൽകാനല്ലേ, പുതിയ ആൾക്കാരല്ലേ. പിന്നെ സമയം കുറച്ച് പോയി ഡിജോച്ചേട്ടൻ എന്തോ ആണ് കുറെ നേരമായില്ലോ പറ്റില്ല പരിപാടി എന്നുള്ള കൽപ്പിച്ചിരിക്കുന്നത്. കാരണം അത് നമുക്ക് ഭയങ്കര
Chairperson of the Manapur Sri Asim City, guest of the day, Sri Uddhav Matthew, all the surrounding of the district Nadu, Shaivan sir, dear union members, dear teachers, non-teaching staff, and my dear students. ആദ്യമായി നമ്മളുടെ വിശിഷ്ടാതിഥി ഞാൻ പ്രത്യേകം അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ ഒരു സിനി ആർട്ടിസ്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് സംഭാഷണം. പക്ഷേ നമ്മുടെ ശ്രീ എന്തോ ഏറ്റവും നല്ല ഒരു പക്ഷേ ഒരു അധ്യാപകൻ സംസാരിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കാണ് ഇവിടെ ആദ്യം കാണിച്ചു. പിന്നെ തീർച്ചയായും ചോദ്യോത്തരങ്ങൾ അദ്ദേഹം നമ്മളെ രസിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ ആ ഒരു കാര്യം, നിങ്ങളുടെ പാഷൻ അതെന്താണ്, അത് അതിലേക്കുള്ള പ്രയാണം അതായിരിക്കണം നിങ്ങളുടെ ഈ കലാലയ ജീവിതത്തിൽ. ഏറ്റവും നല്ലൊരു മെസ്സേജ് നമ്മളുടെ ഈ അവസരം കോളേജിൽ കൊടുക്കുന്നതിൽ നിർമ്മാതാക്കളെ നന്ദി അറിയിക്കട്ടെ. ഒപ്പം ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഓഡിയൻസിലേക്ക് നോക്കിയപ്പോൾ പക്ഷേ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു ഡിഫൻസ് കോളേജിൽ ചെന്ന ഒരു പ്രതീതി. വളരെ കുറച്ച് വോയിസ് ഇല്ല, 5-6 മുഴുവൻ ഓഡിയൻസ് ഗേൾസാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി സ്റ്റേജിൽ 2-3 ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ നിർമ്മല കോളേജിലെ ബോയ്സ് കുറേ പേരുണ്ട്. ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു, നല്ലതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ 2023-24 കലാലയ വർഷം ഏറെക്കുറെ അവസാനിക്കുന്നു. ഈ പരീക്ഷകളുടെ സമയമാണ്. നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ്, യൂണിവേഴ്സിറ്റി കലോത്സവം, അതുപോലെ വിവിധ അസോസിയേഷനുകളുടെ പരിപാടികൾ, ഇങ്ങനെ ധാരാളം പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായി. ഇതൊക്കെ ഇവരുടെ സർവ്വതോന്മുഖമായ ഇതായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ കലാലയ ജീവിതത്തിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിനം ഇന്ന് ഇവിടെ ആണ്. അപ്പോൾ ഇത് ഇനിയും നിങ്ങൾ ധാരാളം പ്രോഗ്രാംസ് നടത്തേണ്ടതുണ്ട്. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Next, I invite Mr. Jeevan K. Rajan, General Secretary, for the presentation of College Union Report 23-24. യൂണിയൻ റിപ്പോർട്ട് 2023-24 അധ്യായന വർഷത്തെ മഹാത്മാഗാന്ധി
And the Anazul Trophy goes to Department of Economics.
Once more announcing the Kalatilagam of 2023-24, it's Anandu K. Babu from BM Malayalam. Once again announcing the Kala Pratibha of Arts Fest 2023-24, Catherine Jones. Proudly announcing the individual champion of Sports Meet 2023-24 boys goes to Muhammad Yasin of 2nd K. Individual champion girls. Individual champion girls Sports Meet 2023-24 goes to Livia Bibi of BSc Zoology. Congratulations all winners and thank you to the dance. Finally, I invite Jishnu K. Saraswati, second PC representative for the Board of Dance. വേദിയിൽ സംസാരിക്കുന്ന പ്രശസ്തമായ കവിയും വഴിയോര ചക്രത്തിൽ അവരാനിടയിൽ ഒരുമിച്ച് കൂടി പിരിഞ്ഞുകൊണ്ടുവരെ പറയുക പറയുക കഥകളാണ്. കഥ പറഞ്ഞ കഥകളായി കാലത്തിലറിയുക. അതിലൊരു കഥയില്ലെങ്കിലും കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കുമെന്നറിയുക. ആഴമില്ലൊരു സൗന്ദര്യം. കഥയുമമ്മ കഥയുമമ്മ കഥകളൊക്കെ സാധിക്കും. കഥകളൊക്കെ സാധിക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ 2023-24 വർഷത്തെ കോളേജിലെ ഇപ്രകാരം പറഞ്ഞുക ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നന്ദി അറിയിച്ച് സംസാരിക്കുവാൻ എന്നതാണ് എല്ലാ അഭ്യർത്ഥനയും. ആദ്യമായി നമ്മുടെ വിശിഷ്ട അതിഥി എൽദോ മാത്യു. ഉദ്ഘാടനത്തിന് മുമ്പ് അദ്ദേഹത്തെ എപ്രകാരം അഭിസംബോധന ചെയ്യണമെന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ എൽദോ വിളിക്കണോ അതോ നമ്മളിൽ ഒരാളായി എൽദോ സേവനം വിളിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. നമ്മൾ ചികിത്സയോട് എത്തിച്ചേരുകയും ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വൈസ് പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മോട്ടിവേഷൻ സമ്മാനിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ ഒരാളായ എൽദോ ചേട്ടന് എന്റെ ഏറ്റവും നല്ല നന്ദി യൂണിയന്റെ പേരിലും കോളേജിന്റെ പേരിലും വിദ്യാർത്ഥി പ്രവർത്തനങ്ങളിൽ ഞാൻ നേരിടുന്നു. അധ്യക്ഷത നൽകിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ആസിഫ് സിദ്ദീഖിന് എന്റെ ഏറ്റവും നല്ല നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, വൈസ് പ്രിൻസിപ്പൽ മാത്യു സാർ, ഇമാനുവൽ സാർ ഏവർക്കുമുള്ള നന്ദിയാണ് അറിയിച്ചു കൊടുക്കുന്നത്. യൂണിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ച ജനറൽ സെക്രട്ടറി ജീവൻ കെ രാജനുള്ള നന്ദി എന്റെ പേരിലും യൂണിയന്റെ പേരിലും ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. അവസാനമായി നന്ദി പറയാനുള്ളത് കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യരോടാണ്. 2023-24 വർഷത്തിൽ ഞങ്ങളുടെ യൂണിയൻ അധികാരത്തിൽ വന്നത് മുതൽ ഇന്ന് ഈ കോളേജിലെ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ 14 യൂണിയനോടൊപ്പം ചേർന്ന് തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു
അവസാനമായി പ്രിയപ്പെട്ട നിർമ്മലേശ്വരോടാണ് ഞങ്ങളുടെ യൂണിയൻ ഭാഗത്ത് നിങ്ങളുടെ പരിഹാസങ്ങൾക്ക്, നിങ്ങളുടെ സ്നേഹത്തിന്, പിന്തുണയ്ക്ക്, കരുതലിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അല്ല അന്ന് പുറത്തുനിന്ന് Now, I invite our beloved principal to hand over the Kala Pratibha Prize for Now, I invite our beloved principal to hand over the prize for our Kala Tilakam, Pavitra Devi. Sir, please. With this comes the end of our official program. I thank everyone for being patient.